അദ്ദേഹത്തിന്റെ സാഹിത്യം, ചെറുകഥ, സിനിമ മേഖലയിലുള്ള സംഭാവന, ഒരു പത്രാധിപർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ, അങ്ങനെ ബഹുമുഖമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉയർന്നവരാണ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. പിന്നെ കണ്ണൂരുള്ള സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്നതാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ മേധാവിയാണ്. ഇസമെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെ ഈ നമ്മുടെ സ്കൂളും അതുപോലെ തന്നെ ലൈബ്രറിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് 2 ദിവസം മുമ്പ്, അതായത് ഡിസംബർ 24 നമ്മുടെ മുന്നിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ഒരു അനുസ്മരണ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഈ ഇത്തരം ചടങ്ങ് ഉദ്ദേശിക്കണം മനസ്സിലാക്കി. നമ്മൾ വായനാശീലത്തെ അതിന് അതിൻ്റെതൊരു വാല്യൂ. നമ്മൾ കുട്ടികൾ എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് കാണുന്നത് ഞാൻ ശ്രദ്ധപ്പെടും. ക്രിക്കറ്റ് കാണുന്നതും സിനിമ കാണുന്നതൊക്കെ പലപ്പോഴും കൂട്ടുകാരോട് ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക, കൂട്ടുകാരോട് ചർച്ച ചെയ്യുക. ഏറ്റവും മികച്ച നോവൽ എന്ന് പറഞ്ഞ പുസ്തകമാണ് അസുരവിത്ത്. ഒരു വിളിക്കാനാണ് അസുരവിത്ത് മറുപടി പറഞ്ഞത്. എംപിയുടെ ഒരുപാട് കഥകളുണ്ട്, എംപിയുടെ ഒരുപാട് നോവലുകളുണ്ട്, എംപിയുടെ ഒരുപാട് സിനിമകളുണ്ട്. എംപിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 3 കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ നിങ്ങൾ ഒരുപാട് നേരം സംസാരങ്ങൾ കേൾക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കി വാക്കാണ് പറയാം. എംപിയുടെ ഏറ്റവും വലിയ 3 പ്രത്യേകത. എം ഡി ഈ ആൽക്കമിസ്റ്റ്, നിങ്ങൾ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുള്ളവരുണ്ടോ? ഒരുപാട് പേരുണ്ട്. ആൽക്കമിസ്റ്റിന്റെ പ്രത്യേകത എന്താ? ആൽക്കമിസ്റ്റിന്റെ പ്രത്യേകത എന്താ? ആൽക്കമിസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. നെഗറ്റീവായി നിങ്ങൾ പരാജയപ്പെടും, പരീക്ഷയ്ക്ക് പോകാനായിട്ട് പരീക്ഷ കഴിഞ്ഞു തോന്നുന്നു. ആൽക്കമിസ്റ്റ് വായിച്ച പരീക്ഷ ജയിക്കുമോ? പക്ഷേ പരീക്ഷ ഇപ്പൊ തോറ്റാലും താരമില്ലായിരുന്നു തോന്നൽ എന്ത് വായിക്കുമ്പോൾ കിട്ടും? ആൽക്കമിസ്റ്റ് വായിക്കുന്ന ഈ തോൽവി ഒന്നുമല്ല. കേരളത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കലാലയമാണ് കരുനാഗപ്പള്ളി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അക്കാഡമിക തലത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മത്സരം നേരിട്ടുകൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അനുശോചന ചടങ്ങാണ് എങ്കിൽ കൂടി ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് തന്നെ പറയട്ടെ. നമ്മുടെ കുട്ടികൾ വായനയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവർ വായിച്ച പുസ്തകങ്ങളുടെ അവർക്കതിൽ നിന്ന് കിട്ടിയതെന്താണോ അത് ചുരുക്ക വാക്കുകളിൽ അവരുടെ സുഹൃത്തുക്കൾക്കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിന് സാക്ഷിയായിരുന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഈ കുടുംബ സമുദായത്തിലെ വ്യവസ്ഥകള് അതിൽ നിന്നും വന്ന മാറ്റം എല്ലാം ഇവിടെ പറഞ്ഞു. അതിനുശേഷം നോവലുകളെ പറ്റി ഏതെല്ലാം നോവലുകൾ അദ്ദേഹം എഴുതിയതും അതിലെ കഥാപാത്രങ്ങൾ, പിന്നെ ഇവിടെ പ്രസംഗിച്ചവർ സംസാരിച്ചവരെല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതിയെ പറ്റി നല്ല ഒരു വിവരണം നൽകി കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് വർഷം ഏത് പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കഥകൾ, അല്ലെ ഇപ്പൊ 9ാം ക്ലാസ്സിലെ ദയ എന്നൊരു തിരക്കഥ, അതൊരു ഫാന്റസി കഥയാണ്. ആ വായന എന്ന് പറയുന്നത് വായനയുടെ എന്താ പറയാ ഒരു പ്രത്യേക ലോകമുണ്ടല്ലോ, ആ വാതിലായിരിക്കും തുറന്നത്. അപ്പം എൻ്റെ വായനയുടെ തുടക്കം എന്ന് പറയുന്നത് നാലുകെട്ട പുസ്തകത്തിലൂടെയായിരുന്നു. അന്ന് മുതൽക്കേ എം ഡി എന്ന് പറയുന്നത് എന്താ പറയുക ഒരു വികാരം പോലെയാണ്. 14 വയസ്സുള്ള സമയത്ത് നിന്ന് ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ഇതുപോലെ കുറേ നാളുകൾക്ക് ശേഷം എപ്പോഴെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ നൗഫൽ സാറിന്റെ ഒരു സംസാരത്തെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രത്തെ കുറിച്ചോ നിങ്ങൾ ഓർക്കാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറെ ഒന്നും കിട്ടാനില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. കലയെ എത്രമാത്രം അതിൻ്റെ മതപരമായ മേഖലയിൽ എത്തിച്ച ഒരാളാണ് 2 ദിവസം മുൻപ് നമ്മളെ പിരിഞ്ഞു പോയി.
എനിക്ക് തോന്നുന്നു MD മലയാളം ഇത്രയും കൊണ്ടാടാൻ കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനുമപ്പുറം അദ്ദേഹം എഴുതിയ തിരക്കഥകളും കഥകളും അതൊക്കെ അപ്പുറമാണെങ്കിൽ കണ്ട് ആ ഒരു പരിചയമായിരിക്കും കൂടുതലും പൊതുജനങ്ങൾക്കിടയിൽ, വായനക്കാർക്കപ്പുറത്തേക്കും പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായിട്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തിരസ്കരിക്കപ്പെട്ടവരുടെ, അതുപോലെ ദുഃഖിതന്റെ, ഒറ്റപ്പെട്ടവരുടെ, ഒറ്റയാന്മാരായി നിൽക്കുന്ന ഒറ്റപ്പെട്ടവരെ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവരെ കഥാപാത്രങ്ങളാക്കി അവരുടെ മാനസിക വ്യാപാരങ്ങൾ എഴുതി ഫലിപ്പിച്ച് ജീവിതത്തെ സ്പർശിക്കുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹാനായ നമ്മുടെ എഴുത്തുകാരൻ.